ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് അല്ലേ? അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ എന്നറിയില്ല. കണ്ണേറ്, ദൃഷ്ടിദോഷം, അല്ലെങ്കിൽ എന്തെന്നാ പറയുക, ഇങ്ങനെയുള്ള രൂപത്തിൽ, അതായത് പൊതി പറ്റുക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അല്ലേ? അപ്പം അതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് പുച്ഛമായിരിക്കാം. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം വിശ്വസിച്ച് അതെല്ലാം അതിന് ഉപാധിയായി ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നും നമുക്കത് 100% കൂടി തന്നെ പറയാം. കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം, അതും അല്ലെങ്കിൽ കൊതി, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുവിധമൊക്കെ സത്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഒരാളുടെ ജീവിതം കണ്ട് അസൂയ കുശുമ്പ് കുരുറ്റെന്ന് പറയല്ല, പക്ഷെ എന്നാലും ഒരാളുടെ ജീവിതം കണ്ട് ചിലപ്പോൾ നമ്മൾ പറയും, എന്തൊരു സന്തോഷം അവർക്ക്, എന്ത് നന്നായിട്ട് അവർ ജീവിക്കുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ അവളുടെയൊക്കെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ പറയും നമ്മുടെ സംസാര ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും. പക്ഷേ അത് നമ്മളൊരാൾ നന്നാവുന്നത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അസൂയും കുശുമ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ പറയുന്നവരുണ്ടായിരിക്കാം. ചിലവർക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏൽക്കുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ആ വിശ്വാസങ്ങളിൽ എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ രീതിയിൽ ചെയ്തവരും ഉണ്ടായിട്ടുണ്ട്. പണ്ട് കുട്ടികൾക്ക് ഒരം വീഴാന്ന് പറയും. നമ്മൾ കഴുത്തുറക്കാത്ത കുട്ടികൾ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ജനിച്ചു കഴിഞ്ഞ് 28 ആകുമ്പോഴത്തേനും മാറി മാറി കൈമാറിയിട്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആട്ടിയിട്ട് എടുക്കും. പണ്ട് അങ്ങനെയല്ല കുട്ടികളെ, എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒതുക്കി പിടിച്ച് വളർത്തുന്നത് കൊണ്ടായിരിക്കാം കുട്ടികൾക്ക് ഒരം വീഴുക അല്ലെങ്കിൽ കഴുത്ത് ഇതാവുന്നതൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ, കാരണം അച്ഛനും അമ്മയും ഒറ്റയ്ക്കുള്ള യുഗമാണ്. പ്രസവ സമയത്ത് ചിലപ്പോൾ ഈ കുട്ടികളുടെ ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും അച്ഛനും അമ്മയോ വീട്ടുകാരോ ആരുമില്ലാതെ അവർ സ്വയം ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ എടുക്കാനും കുട്ടികളെ എടുക്കാനൊന്നും അറിയാത്തൊരു പരിവാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അവർക്ക് അറിയുന്ന പോലെ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇന്നത്തെ കുട്ടികൾ, ഇന്ന് ജനിച്ച് വീഴുന്ന കുട്ടികളൊക്കെ അതിനോട് പൊരുത്തപ്പെട്ട് കൊണ്ട് പോകുന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന രീതി ശരിയായില്ല വെച്ചാൽ കഴുത്തിൽ പണ്ടം കെട്ടുക എന്ന് പറയും. ഒരം വീണിട്ട് കഴുത്തിൽ നമ്മൾ തുണി കൊണ്ട് എന്തോ അത് ചെയ്യാൻ എനിക്കറിയില്ല, അങ്ങനെ ഊതിയിട്ടൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരിതുപോലെ തുണി കഷ്ണമാണത്, അതിങ്ങനെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു ദൃഷ്ടിദോഷം എന്ന് പറയും. അപ്പോൾ അതിന് എന്താ ചെയ്യുക വെച്ചാൽ, ഒരു വീടിന് ദൃഷ്ടി ഏൽക്കാതിരിക്കാനായിട്ട് ഗണപതിയുടെ ഫോട്ടോ, അതിന് ഇത് പ്രത്യേകത ഉണ്ട്, എലിയുടെ പുറത്തിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ളൊരു ഗണപതിയുടെ ഫോട്ടോ ഉന്മർത്ത വാതിലിൻ്റെ മുകളിൽ വെക്കും. അതുപോലെ തന്നെ കയറി വരുന്ന വ്യക്തി നമ്മുടെ വീടിൻ്റെ നേർക്ക് ആ ആളുടെ ദൃഷ്ടി ഏൽക്കാതിരിക്കാനായിട്ട്, അതായത് വരുന്നപ്പോൾ തന്നെ കാണുമ്പോൾ നല്ല വീട് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് പോകുന്ന ചിലരുണ്ട്. ചിലരങ്ങനെ ചിന്തിച്ചാൽ ഒന്നും സംഭവിക്കില്ല, ചിലരങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ വീടിന് ദൃഷ്ടിദോഷം വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ദൃഷ്ടിദോഷം നമ്മുടെ വീടിനെ ഏൽക്കാതിരിക്കാനായിട്ട് കയറി വരുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നേരെ നോക്കിയാൽ അവരുടെ മുഖം കാണുന്ന രീതിയിൽ കണ്ണാടി വെക്കുന്ന സമ്പ്രദായം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കയറി വരുന്ന ആൾ ആദ്യം കാണുന്ന ആളുടെ മുഖമാണ് അത്ര. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു നല്ല സാരി അല്ലെങ്കിൽ നല്ലൊരു ബാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, ഇതൊക്കെ ഇത് എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മളെല്ലാവരും ചോദിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ചിലർക്കത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണ് പറ്റുക, ദൃഷ്ടി പറ്റുക എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അന്ന് ആ സാരി എത്ര പുതിയതാണെങ്കിലും ഒന്നെങ്കിൽ എവിടെയും ഇട്ട് വലിഞ്ഞ് കീറും, അല്ലെങ്കിൽ നമ്മൾ പിന്നു കുത്തിയിട്ട് ഇവിടെയൊക്കെ പിന്നു കുത്തില്ലേ, അത് അങ്ങനെ ഇട്ട് വലിഞ്ഞ് പൊട്ടും. അങ്ങനെ സംഭവിച്ചവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചിലവർ പറയും, ഇങ്ങനെ ഇന്ന ആളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായി എന്ന് പറയും. അപ്പോൾ അത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയും കേട്ടോ, കണ്ണ് തട്ടുക എന്ന് പറയും. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാൾ നമ്മൾ നന്നായിട്ടുണ്ടല്ലോ, ഇപ്പോൾ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ദേഹമൊക്കെ ഒന്ന് നന്നായി എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞ് അധികം താമസിയാതെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിടിപെട്ടു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ വെച്ച തടിയൊക്കെ പോവും. അതുപോലെ നമുക്ക് ക്ഷീണമായി, നമുക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലത്തേക്കും അസുഖബാധിതമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. വെറും ഒരു ഛർദി അല്ലെങ്കിൽ ലൂസ് മോഷൻ, അതും അല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ നമുക്ക് ഓക്കാനം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലവരുടെ കണ്ണ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തലവേദന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളതിന് കടുകും മുളകും ഉപ്പും നമ്മൾ 21 പ്രാവശ്യം ഉഴിഞ്ഞിട്ട് അത് കനലിലേക്ക് ഇടും, അല്ലെങ്കിൽ അടുപ്പിലേക്ക് ഇട്ടിട്ട് 3 പ്രാവശ്യം നമ്മൾ
തുപ്പ എന്ന് പറയും, തുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ട് കടുകും മുളകും ഒഴിഞ്ഞിടുന്ന രീതി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടുള്ളവർ ഈ ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയമായ രീതികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത് സദാനന്ദൻ്റെ സമയം എന്ന സിനിമയാണ്. അതിൽ ദിലീപും കാവ്യമാധവനും കല്യാണം കഴിഞ്ഞിട്ട് വന്ന് രാത്രി നിനക്ക് കണ്ണ് പറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുളകും ഉപ്പും കടുകും കൂടിയിട്ട് ഒഴിഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ ഈ മുളക് തീയിൽ കടന്നു കഴിഞ്ഞാൽ അതിനൊരു മണം വരുമല്ലോ. ആ മണം വന്നാൽ എല്ലാവർക്കും ചുമയും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ആരത് ചെയ്ത ഈ രാത്രിയിൽ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഓർമ്മ വരും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം ആളും അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു വിശ്വാസം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലങ്ങളിലെല്ലാം നമ്മൾ ഈ അടുത്ത കാലം വരെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ വെള്ളം പോകാൻ കുഴി കുഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. അതുപോലെ തന്നെ 28 വരെ ചിലവർ 90 വരെയൊക്കെ തിരി ഒഴിഞ്ഞ് കളയും, അന്ത്യത്തിരി ഒഴിഞ്ഞ് കളയാന്ന് പറയും. അതായത് ഈ കുട്ടീനെ പ്രസവിച്ച കുട്ടീനെയും അമ്മേനെയും കാണാൻ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ആ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം ആ സമയത്തായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടേക്കുന്നത്. ആ തിരി ഒഴിഞ്ഞിട്ട് പടി പുറത്ത് കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ വെള്ളം കുഴിച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ ചില കണ്ണ് ശരിക്കും കണ്ണ് തന്നെയാണ് കേട്ടോ. ചിലവർക്കൊക്കെ അതുണ്ട് ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവളുടെയൊക്കെ ഒരു ഭാഗ്യേ എന്ന് പറഞ്ഞാൽ മതി. ആ ഭാഗ്യം അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുമുണ്ട്, സംഭവിക്കാത്തവരുമുണ്ട്. നമ്മുടെ വിശ്വാസം അവിശ്വാസം എന്തായിക്കോട്ടെ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ കടുകും മുളകും ഒഴിഞ്ഞിടുക എന്ന് പറയുമ്പോൾ രാത്രി ഇന്നൊന്നിപ്പോൾ അങ്ങനെ വിറകടുപ്പില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടലാസൊക്കെ കൂട്ടി കത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് സന്ധ്യയ്ക്ക് ശേഷമാണ് ചെയ്യുക. കടുകും മുളകും ഉപ്പും കൂടിയിട്ട് നമ്മൾ 21 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ പിന്നെ അങ്ങനെ ഒഴിയും. അതിന് ചൊല്ലണത് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രായമായവർക്ക് അതൊക്കെ അറിയാം. ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അത് അറിയില്ല. അപ്പോൾ ഓരോരുത്തരും പ്രായമായ വ്യക്തികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പൂതും, കൊതി പറ്റി കഴിഞ്ഞാൽ ഉപ്പൂതിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്നുള്ള കല്ലുപ്പാണ് ഊതുക കേട്ടോ. അതിട്ടിട്ട് കഴിക്കും. അങ്ങനെ കഴിഞ്ഞാൽ കൊതി പറ്റിയത് മാറും എന്നൊക്കെയാണ് പറയുക. കൊതി പറ്റി കഴിഞ്ഞാൽ ഛർദ്ദിക്കും. ആ ഛർദ്ദിക്കൊരു മണമുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും ഒക്കെ ആണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊതി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉപ്പൂതിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മളൊക്കെ ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇതൊരു പുച്ഛായിരിക്കാം. പക്ഷേ നമ്മുടെ കാലങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു ഇത് നടന്നു പോകുന്നത് നമ്മളും അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രായമായ വ്യക്തികളാണ് ഇതൊക്കെ ചെയ്യുക. ആ പ്രായമായ വ്യക്തികൾ അവർക്ക് പ്രായമായി വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മരിക്കപ്പെടുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ അനന്തരാവകാശികൾക്ക് ഈ ചൊല്ലുന്ന ആ ഉപ്പൂതുമ്പോഴും അതുപോലെ ഒഴിഞ്ഞിടുമ്പോഴൊക്കെ ചെല്ലുന്നൊരു ഇതുണ്ട്. അത് അവർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എഴുതി കൊടുക്കും. അങ്ങനെ അത് അടുത്ത തലമുറയ്ക്കും അറിയാം. അങ്ങനെ അറിയുന്നവർ കഴിഞ്ഞിപ്പോൾ അധികം ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാത്തതായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുച്ഛിച്ച് തള്ളുന്നല്ല, അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുന്നതും ചിലർ നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് കഷ്ടകാലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നതൊക്കെ അനുഭവിച്ച് തീരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ തീരുള്ളൂ. എത്ര ദൈവത്തെ വിളിച്ചാലും അതിനൊന്നും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒന്ന് പറയാം, കണ്ണുമ്പോൾ കൊള്ളുന്നത് പുരുകത്തെമ്പിലേക്ക് കൊണ്ടുവന്ന് പറയുന്ന രീതിയിലായി മാറാമെന്ന് മാത്രം കേട്ടോ. അതുപോലെ പറയും മുടിക്ക് ഒരു പൊക്കിളുണ്ട്, ആ പൊക്കിളിൻ്റെ അവിടെ വെച്ച് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അതും സത്യമാണെന്നൊക്കെ തോന്നുന്നു. ചിലപ്പോൾ നമ്മളൊരു പരിധി ഇല്ലാണ്ട് വെച്ച്. അതുപോലെ ചില ആളുകൾ മുടി മുറിച്ച് കഴിഞ്ഞാൽ മുടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള മുടി നഷ്ടപ്പെടുന്നു പറയും. ചില നാളുകൾ നോക്കിയിട്ട് മുടി മുറിക്കുന്നതുണ്ട്, ആഴ്ചയിലെ ചില ദിവസങ്ങൾ നോക്കിയിട്ട് മുടി മുറിക്കുന്നവരുണ്ട്. നമ്മൾ എത്രയൊക്കെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാലും ഇതെല്ലാം വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഇതെല്ലാം നോക്കി ചെയ്യുന്നവരുണ്ട് കേട്ടോ. പുറമേക്ക് പറയും ഒന്നും കാണില്ല, ഇതിപ്പോൾ സീരിയൽ കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ സീരിയൽ ഒന്നും കാണില്ല, എനിക്ക് സീരിയൽ അയ്യോ അങ്ങനെ സീരിയൽ ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളോട്. പക്ഷേ ഈ ആളുകൾ ചിലപ്പോൾ സീരിയലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരായിരിക്കും. സീരിയൽ കാണുന്നതുകൊണ്ട് കുറ്റമൊന്നും പറയാനില്ല. അഭിനയിക്കുന്നവർ നമ്മൾ കാണുന്നു, അങ്ങനെയൊക്കെ തന്നെ അവർക്ക് റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടും അതുപോലെ അങ്ങനെയൊക്കെ ആ ഒരു സീരിയൽ എന്ന് പറഞ്ഞ ഒരു ജോലി തന്നെയാണ് അഭിനയിക്കുന്നവർക്ക്. കാരണം അങ്ങനെ അഭിനയിച്ചിട്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ അതിനുള്ള പ്രതിഫലം കിട്ടിയിട്ടൊക്കെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വം അതുപോലെ തന്നെ അതിൻ്റേതായ കഴിവുകളുണ്ട്. നമ്മൾക്ക്
നമുക്കിപ്പോൾ ചെന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ നമുക്കറിയോ? അറിയില്ല. അപ്പോൾ അഭിനയിക്കുന്നത് ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോ ജോലിക്കുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്യില്ല. ചിലവരുണ്ട് ഒരു മേക്കപ്പ് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിച്ച് അതെല്ലാം ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും. പുറമേക്ക് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ എന്തിനും ഏതിനും അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ളവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ പോയ സമയത്ത് അവരും ഇതുപോലെ കണ്ണേറ് തട്ടുക അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒഴിഞ്ഞു കളയുന്നത് ഞാൻ കണ്ടിരിക്കണത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കടുകും മുളകും ഉപ്പാണ് ചെയ്യുന്നത്. അവർ കർപ്പൂരം സ്പൂണിൽ കർപ്പൂരം വെച്ചിട്ട് കർപ്പൂരം കത്തിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെല്ലുന്നത് പോലെ തന്നെ അവരതുപോലെ അങ്ങനെ ചെയ്തിട്ട് 21 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും അവരവരുടേതായ വിശ്വാസങ്ങളും അവരവരുടേതായ ആചാരങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നതും അല്ലെങ്കിൽ കണ്ണീർ എന്നൊക്കെ പറയുന്നതൊക്കെ ചിലർക്കൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ പുച്ഛിച്ച് പറഞ്ഞാലും അതൊക്കെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ അത് വിശ്വസിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.